60-ലധികം പേർ ചേർന്ന് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന കേസുമായി ബന്ധപ്പെട്ട് 8 പേരെ കൂടിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ജില്ലയിലൊട്ടാകെ പല പോലീസ് സ്റ്റേഷനുകളിലായി അന്വേഷണം വിപുലപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ പോലീസ്. ജില്ലയിൽ നിന്നും പുറത്തേക്കും നിരവധി പേർ കടന്നിരിക്കുന്നു. രാജ്യം വിട്ട് തന്നെ പലരും പോയിരിക്കാമെന്നുള്ള സംശയമടക്കം ഉയർന്നിരിക്കുകയാണ്. കാരണം പെൺകുട്ടി പറഞ്ഞിരിക്കുന്നതിൽ 40ഓളം ആളുകളെയാണ് ഇതിനോടകം പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇനിയും തിരിച്ചറിയാത്ത നിരവധി ആളുകളുണ്ട്. അതിൽ നടുക്കുന്ന ചില വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 8 പേരെ കൂടി അറസ്റ്റ് ചെയ്ത് ആകെ 13 പേരെയാണ് നിലവിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 5 പേരെ ആയിരുന്നു അറസ്റ്റ് ചെയ്തത്. 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിലുമുണ്ട്. എന്തിനേറെ പറയുന്നു, പോലീസ് കസ്റ്റഡിയിലുള്ള അറസ്റ്റിലായവരിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവർ വരെയാണ്. 62 പേർ ചേർന്നുകൊണ്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും തൻ്റെ 13 വയസ്സ് മുതൽ ലൈംഗിക ചൂഷണത്തിന് താൻ ഇരയായി എന്നുകൂടിയാണ് പോലീസിന് മുന്നിൽ പെൺകുട്ടി മൊഴി നൽകിയത്. 60-ലധികം പേർ ചേർന്ന് പീഡിപ്പിച്ച കായിക താരമായ ഈ പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് ആൺ സുഹൃത്തായിരുന്നു. പീഡന ദൃശ്യങ്ങൾ അന്ന് തന്നെ സുഹൃത്ത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് പിന്നീട് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി ആൺ സുഹൃത്ത് അവൻ്റെ സുഹൃത്തുക്കൾക്ക് പെൺകുട്ടിയെ കാഴ്ചവെച്ചു. പിന്നീട് അവർ പീഡിപ്പിച്ചു. മദ്യപിക്കുന്ന ശീലമുള്ള പിതാവിൻ്റെ ഫോൺ രാത്രികാലങ്ങളിൽ പെൺകുട്ടി ഉപയോഗിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അച്ഛൻ അറിയാതെ ഫോൺ എടുത്ത് അച്ഛൻ്റെ പരിചയക്കാരുമായി സംസാരിച്ച് പരിചയപ്പെട്ടു. അവരുൾപ്പെടെ ഈ ക്രൂരത കാട്ടിയെന്നാണ് പോലീസ് പറയുന്നത്. പിതാവിൻ്റെ സുഹൃത്തുക്കളും അങ്ങനെ ആൺ സുഹൃത്തിൻ്റെ കൂട്ടുകാരും ഈ വർഷക്കാലയളവിലൊക്കെ തന്നെ പെൺകുട്ടിയെ പലതവണയായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പിതാവിൻ്റെ ഫോൺ വഴി പരിചയപ്പെട്ട 32 പേരാണ്. ഇവരൊക്കെ തന്നെ ലൈംഗിക ചൂഷണത്തിന് പെൺകുട്ടിയെ ഇരയാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികൾ നഗ്നചിത്രങ്ങൾ കൈമാറിയെന്നും അത് കാണിച്ചാണ് പലതവണയായി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നും പീഡനത്തിന് ഇരയാക്കിയതെന്നും പെൺകുട്ടി തന്നെ മൊഴി നൽകുന്നുണ്ട്. 3 പേർ ഒന്നിച്ച് വിളിച്ചു കൊണ്ടുപോയി കൂട്ടമായി ബലാത്സംഗം ചെയ്തുവെന്നും പെൺകുട്ടി തന്നെ പറയുന്നു. കുട്ടിക്കറിയാത്ത പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയി അവിടെ വച്ച് പലതവണയായി ക്രൂരമായ പീഡനം നടത്തിയിട്ടുണ്ടെന്നും കാറിൽ വെച്ചും സ്കൂളിൽ വെച്ചും പീഡനം നടന്നതുപോലെ തന്നെ വീട്ടിലെത്തിപ്പോലും പീഡിപ്പിച്ച നിരവധി ആളുകളുണ്ടെന്നും മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയെ പത്തനംതിട്ട ചുട്ടിപ്പാറയിൽ എത്തിച്ചും പീഡിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിലും പീഡനം നടന്നിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. സ്കൂളിലും കാറിലുമൊക്കെയായി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ ഇപ്പോൾ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. പെൺകുട്ടിയുടെ മാനസിക അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ സൗമ്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഫോൺ രേഖകൾ വഴിയും ഇതുവരെ ബന്ധപ്പെട്ടതുമായി സൂചിപ്പിച്ച് 40ഓളം പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികൾക്കെതിരെ പോക്സോ കേസ് കൂടാതെ SC/ST പീഡന നിരോധന നിയമം കൂടി ചുമത്തും. സ്കൂൾ തല കായിക താരം കൂടിയായിട്ടുള്ള പെൺകുട്ടി ക്യാമ്പിൽ വെച്ചും ഇതുപോലെ പീഡനത്തിന് ഇരയായി എന്നും പരിശീലകരടക്കം ഇതിൽ കുറ്റവാളികളായി മാറുമെന്നും തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു എല്ലാ പീഡനങ്ങളും നടന്നതെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഇലവുംതിട്ട പോലീസാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. പത്തനംതിട്ട പോലീസും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ തന്നെ 6ഓളം സ്റ്റേഷനുകളിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുവെന്നാണ് വിവരം ലഭിക്കുന്നത്. ജില്ലയ്ക്ക് പുറത്തേക്കും പ്രതികളുണ്ട്. അതുകൊണ്ട് ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വിപുലപ്പെടുത്തേണ്ട ഒരു സാധ്യതയുണ്ടെന്നാണ് പോലീസും പറയുന്നത്. ഇലവുംതിട്ട പോലീസാണ് ഇന്നലെ 5 പേരെ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു പ്രതിയായ സുധി മറ്റൊരു പോക്സോ കേസിൽ ഇപ്പോൾ ജയിലിലാണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുമുണ്ട്. പല സ്ഥലങ്ങളിൽ വെച്ച് നടന്ന പീഡനമായതുകൊണ്ട് തന്നെ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മതിയെന്നാണ് ഇപ്പോൾ തീരുമാനം. പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് നടക്കുകയാണ്. ഇതിൽ ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് ഒരു ഭാഗത്ത് അന്വേഷിക്കുന്നത്. പത്തനംതിട്ട പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടത്തുന്നത്. പെൺകുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മൊഴിയെടുക്കുകയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും കുട്ടിക്ക് ആവശ്യമായ കൗൺസിലിംഗും മറ്റും നൽകുന്നുണ്ടെന്നും പോലീസ് സംഘം തന്നെ വ്യക്തമാക്കുന്നുണ്ട്.